നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റംബൂട്ടാൻ അച്ചാറാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ ഗ്യാസിൽ ഒരു പാൻ വെക്കുക. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാവുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കടുകും ഉലുവയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ. നല്ലെണ്ണയാണ് അതിനകത്ത് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ അങ്ങനെ അച്ചാറിന് അത്ര ടേസ്റ്റ് ഇല്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച്. നല്ലെണ്ണ എപ്പോഴും അച്ചാറിനൊരു ടേസ്റ്റ്. പിന്നെ അതുപോലെ കുറേ നാൾ കേടുകൂടാതിരിക്കുകയും ചെയ്യും നല്ലെണ്ണയിലെടുത്താൽ. അങ്ങനെ കടുക് നന്നായിട്ട് പൊട്ടി ഉലുവയും നല്ലതായിട്ട് പൊട്ടി നല്ല മൂത്ത് വരണം. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതുകൂടെ ആഡ് ചെയ്തു. പിന്നെ കായം, ഒരു കട്ടക്കായത്തിൻ്റെ പീസാണ് ഞാൻ ആഡ് ചെയ്തത്. പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. അത് നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം പൊടിയാണ്. ഇവിടെ പൊടി ഇല്ലാത്ത കാരണം ഞാനൊരു പീസ് കായാണ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത്. അതതിനകത്ത് കിടന്ന് നന്നായിട്ട് മൂത്ത് ഇതുമായിട്ട് സെറ്റായിക്കോളും. കായപ്പൊടി ഉള്ളവർ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ചൊക്കെ വരുമ്പം ആവശ്യമനുസരിച്ച് കായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. കായപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് കട്ടക്കായ ഉപയോഗിച്ചത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നതിന് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന കാശ്മീരി ചില്ലിയാണ്. അത് എരിവില്ല, ഇത്രയും കളറേ ഉള്ളൂ. പിന്നെ എരിവിന് നമ്മൾ നേരത്തെ ഗ്രീൻ ചില്ലി പച്ചമുളക് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് മുളക് പൊടി കരിഞ്ഞു പോകും. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ മുളക് പൊടിയുടെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരുമ്പം അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അച്ചാറിന് ഒരു പന്ന ചുവ, ഒരു ടേസ്റ്റേ കാണില്ല, വേറൊരു ടേസ്റ്റ് ആയിപ്പോൾ. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണേ. അച്ചാർ നല്ല ഏതൊരു ഫുഡ് നമ്മൾ ഉണ്ടാക്കുവാണല്ലോ അതിലോട്ട് പച്ചവെള്ളം ഒഴിക്കുന്നത് ആ ഫുഡിനൊരു ടേസ്റ്റ് മാറും. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഗ്രേവി ഇച്ചിരി തിക്ക് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും ഇച്ചിരി വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, തിളച്ച വെള്ളം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരണം ആ ഗ്രേവി. ഓൾറെഡി തിളച്ച വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് വന്നോളൂ. കണ്ടോ, നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞ് വന്നു. എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് വേണം നമുക്കതിലേക്ക് റംബൂട്ടാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ. ക്ലീൻ ചെയ്ത് വെച്ച റംബൂട്ടാനും ആഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി വെച്ച് നന്നായിട്ട് തിളയ്ക്കണം. ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് ഒത്തിരി അങ്ങ് തിളച്ച് വെന്തു പോയാൽ റംബൂട്ടാൻ അങ്ങ് വെന്തു പോകും. അങ്ങനെ ആവില്ല, കുറച്ച് നേരം. ഓക്കെ, ഏകദേശം റെഡിയായി. നമുക്കിനി അതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒരുപാട് നേരം തിളച്ച് പോകില്ല. റംബൂട്ടാൻ്റെ ആ ഒരു ഫ്ലഷൊക്കെ അങ്ങ് വെന്ത് പോയാൽ പിന്നെ ടേസ്റ്റ് കാണത്തില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാർ. ചുമ്മാ റംബൂട്ടാൻ കഴിക്കുന്നതിൽ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു മധുരവും പുളി എരിവും എല്ലാം കൂടെ ആകുമ്പോൾ അടിപൊളിയാണ്. നമുക്ക് ടിഫിൻ പൊതിച്ചോറൊക്കെ വെക്കുമ്പോൾ അതിനകത്തൊക്കെ വെക്കാൻ സൂപ്പർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്